നിലാപക്ഷി അധ്യായം 1. എൻ്റെ പൊന്നിച്ചായ ഒന്ന് എണീറ്റേ, ഇന്നേ ഈസ്റ്ററാണ്. സാറ കുത്തിപ്പൊക്കാൻ വന്നതാണ് എന്നെ. ഞാൻ ഡേവിഡ്, എൻ്റെ ഭാര്യയാണ് സാറ. എന്നാ പറയാനാ, ഇതിങ്ങനെ ഒരു മുതലാണെന്നേ. എന്നാ നിങ്ങൾ എന്നെ ആദ്യമായിട്ട് നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കുന്നേ? ആദ്യമേ കാണുകയാണോ എന്നെ? എൻ്റെ സാറാമോ, നിന്നെ എത്ര കണ്ടാലും എനിക്ക് മതിയാവുമോടി. ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു. പോ അവിടുന്ന് ഇച്ചായ. അവൾ നിന്ന് ചിണുങ്ങി. എന്നാടി ഇന്ന് പരിപാടി? ഇച്ചായൻ ആദ്യം കുളിച്ചു പോയോ? ഞാൻ കാപ്പി എടുത്തു വെക്കാം. നല്ല കള്ളപ്പവും മുട്ട റോസ്റ്റും, പിന്നെ താറാവും അപ്പാസും ഉണ്ട്. ആഹാ, എന്നാൽ പിന്നെ എഴുന്നേൽക്കാം അല്ലേടി? അവൾ എൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അപ്പോൾ ഞാൻ എഴുന്നേൽക്കണ്ടേടിക്കോ സാറക്കൊച്ചേ? ഇച്ചായ, ഈ നെഞ്ചിൽ എത്ര കിടന്നാലും കൊതി മാറുന്നില്ല. അവളെ ചേർത്ത് നെറ്റിയിൽ ഒരു ഉമ്മ വെച്ചു. ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ അവൾ എൻ്റെ നെഞ്ചിലേക്ക് അമർന്നു. അതെ, എനിക്ക് അവളെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. ആ കഥയൊക്കെ ഞാൻ പിന്നെ പറയാം. കഴുത്തിലെ സ്വർണ്ണക്കുരിശുമാലയിൽ അവൾ തലോടി. ഇച്ചായ, നമുക്കിന്ന് ഇലവീഴ പൂഞ്ചിറയിൽ പോകണം കേട്ടോ. ആ പോവാം കൊച്ചേ. ഞങ്ങൾ അങ്ങനെയാണ്, എത്ര സ്നേഹിച്ചാലും കൊതി തീരാതെ. ചേർത്ത് പിടിച്ച് ആ ചെവിയിൽ നൈസിന് ഒരു ചെറിയ കടി കൊടുത്തു. അയ്യേന്ന് പറഞ്ഞ് ഒരു തള്ളിമാറ്റ. ചിരിച്ചുപോയി ഞാൻ. ദേ അച്ചായ, ഇതൊരുമാതിരി പണിയായിപ്പോയി. എന്തിനാ ഇങ്ങനെ ഇക്കിളിയാക്കുന്നേ? വീണ്ടും എനിക്ക് ചിരിക്കാനാണ് തോന്നിയത്. പിന്നെ അടിയാണ്. അയ്യോ, അച്ചായത്തി കൊച്ചുങ്ങൾ അടി വാങ്ങിക്കിട്ടിയാലേ സഹിക്കൂല കേട്ടോ. ഞാൻ ഓടി ബാത്റൂമിൽ കയറി. മൂളിപ്പാട്ടും പാടി പുറന്തേക്കാൻ എത്തുന്നതും കാത്ത് ഞാനിരുന്നു. എടി സാറാമോ, എന്താ ചായ? ബാത്റൂമിലും ഞാൻ വേണോ? എടിയേ കിട്ടിയോളേ, ഈ പുറമൊന്ന് ഉരച്ചേടി. അവൾ എൻ്റെ പുറം ഉരയ്ക്കാൻ തുടങ്ങിയതും ഞാൻ ആ ഷവറൊന്ന് തിരിച്ചു. വെള്ളം നൂല് പോലെ ഞങ്ങളുടെ മേലേക്ക് വീണു. ദേ ഇച്ചായ. ഒടുവിൽ അവൾ പാതി കുളിച്ച് പുറത്തേക്ക് ചാടി. തീൻമേശയിൽ ചൂട് പറക്കുന്ന അപ്പവും മുട്ട റോസ്റ്റും, പിന്നെ താറാവും അപ്പാസും. അതിൻ്റെ മണം ഒന്ന് മൂക്കിലടിച്ചപ്പോൾ തന്നെ എന്താ ഒരു സുഖം. എൻ്റെ സാറാമ്മ എന്തുണ്ടാക്കിയാലും ഭയങ്കര രുചിയാണ് അതിന്. ഡീ, നീ കൂടി ഇരുന്നേ. വേണ്ട ചായ, ഞാൻ പിന്നെ. അയ്യടാ, അതൊന്നും ശരിയാവില്ല. പിടിച്ച് അവളെ കൂടെ ഇരുത്തി അപ്പം എടുത്ത് റോസ്റ്റിൽ പൊതിഞ്ഞ് മപ്പാസ് ചാറിൽ മുക്കി അവളുടെ വായിൽ വെച്ച് കൊടുത്തു. തെണ്ടി അപ്പോഴും എൻ്റെ വിരൽ കടിക്കാനാണ് നോക്കുന്നത്. ഞങ്ങൾ ഇന്നേ വരെ 2 പാത്രത്തിൽ ഉണ്ടിട്ടില്ല കേട്ടോ. ഒരുമിച്ച് ഒരു പാത്രത്തിൽ വാരിക്കൊടുത്തും വാങ്ങിയും ഒക്കെ അങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഭക്ഷണം കഴിഞ്ഞ് അടുക്കളയിൽ അവളുടെ കൂടെ ഇറങ്ങി. നല്ല നാടൻ പോത്തിറച്ചി വരട്ടണം, പോർക്കുലർത്തണം, പിന്നെ തുണ്ടമ്മീൻ വറ്റിക്കണം. അവൾ റാക്കിൽ നിന്നും ഒരു കുപ്പി ചാമ്പയ്ക്ക വീഞ്ഞ് കൊണ്ടുവന്നു. ഞാനും അവളും മൊത്തി കുടിച്ചു പാചകം തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് തേങ്ങ പോലെ എൻ്റെ കുരുത്തക്കേടും. എന്നാ രസമാണെന്നോ എൻ്റെ ഈശോയെ. ഈ മാലാകൊച്ചിനെ എന്നെയും കണ്ട് കണ്ണുവെച്ചേക്കല്ലേ. അടുപ്പിന് തിണ്ണയിൽ ടൈൽസിൽ അവളെ കയറ്റി അങ്ങ് ഇരുത്തി. തലയിൽ തോർത്തുപൊട്ടി മുണ്ട് മാത്രം എടുത്താണ് എൻ്റെ കുക്കിങ്. അവളാണെങ്കിൽ ഏപ്രിനൊക്കെ എടുത്തിട്ട്. കണ്ടാൽ അവളാണ് കുക്കെന്ന് തോന്നും. പണി മുഴുവൻ എനിക്കും. ഇതെന്നാണീ പണിയെടുത്ത് ചാവാൻ ഞാൻ ബംഗാളിയാണോ? ഇച്ചായനാണ് എൻ്റെ പ്രിയപ്പെട്ട ബംഗാളി എന്ന് പറഞ്ഞ് ഒരു കൊഞ്ഞംകുത്തലുണ്ട്. അടുക്കള മുഴുവൻ ഉപ്പിലിട്ട സാധനങ്ങളും അച്ചാറുമാണ്. ഭയങ്കര ഇഷ്ടമാണെന്ന് അവൾക്ക്. തലേന്ന് രാത്രിയിൽ പ്ലാൻ ചെയ്ത പോലെ ഇലവീഴ പൂഞ്ചിറയിലേക്ക് ഞങ്ങൾ ജീപ്പിലാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് പുല്ലാനി ഷാപ്പ് കണ്ടപ്പോൾ അവൾ എൻ്റെ കൈക്കുരുപ്പിടുത്തം. നല്ല മധുരമുള്ള കള്ളാണ്. ഒരു കുപ്പി കള്ളും കൂടെ കുറച്ച് പൊടിമീൻ വറുത്തതും വാങ്ങിയപ്പോൾ ഈ കാന്താരിക്ക് കുറച്ച് കപ്പയും കൂടി വേണമെന്ന്. ഒഴിച്ച ഗ്ലാസ് മുഴുവൻ കാലിയാക്കി എൻ്റെ സാറാമ്മ എന്നെ നോക്കി. ദൂരെ ഇലവീഴ പൂഞ്ചിറ. മരങ്ങൾ ഇടതിങ്ങിയ ഒരു മലമ്പ്രദേശം. അതിലൂടെ ഞാൻ അവളെയും കൊണ്ട് നടന്നു. എൻ്റെ വിരലിൽ തൂങ്ങി അവളും. സന്ധ്യ മയങ്ങി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ വിരലിൽ തൂങ്ങി അവളും ഞാനും അങ്ങനെ നടക്കുകയാണ്. ഇവൾ ഇപ്പോഴും ഇങ്ങനെയാണ്. ഒരു കൈയും വിരലും വേണം അങ്ങനെ തൂങ്ങി നടക്കാൻ. അവിടെ അങ്ങനെ ഇരുന്ന് ഞങ്ങൾ താഴേക്ക് നോക്കി. സാറാമോ, എന്താ ചെയ്യാ? നിനക്ക് എത്ര സ്നേഹമുണ്ടടി കൊച്ച എന്നോട്? അവൾ എൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. എൻ്റെ ഇച്ചായോ, എനിക്ക് മുഴുവൻ ഇച്ചായനല്ലേ. ഞാൻ എങ്ങനെയാണത് പറയുക? നേരം സന്ധ്യ ആവുന്നടി കൊച്ചേ. നമുക്ക് തറവാട്ടിൽ പോണ്ടേ? അവിടെ സലോമിയും കൊച്ചുങ്ങളും ഉണ്ടാവും. പിന്നെ അമ്മായിമാർ, ത്രേസി ആൻറ്റി. അവൾക്ക് സന്തോഷമായി. മുണ്ടക്കയത്തെ ഞങ്ങളുടെ തറവാട്ട് വീട്ടിലേക്കുള്ള യാത്ര തിരിച്ചു. എൻ്റെ അപ്പം പണ്ടേ മരിച്ചതാണ്. തറവാട്ടിൽ അമ്മച്ചിയും സലോമിയുമാണ്. സലോമിയുടെ കെട്ടിയവൻ പലചരക്ക് കച്ചവടം. പിന്നെ കുറച്ച് കുരുത്തക്കേടിൻ്റെ കൊടിമരങ്ങളായ 3 കുഞ്ഞുങ്ങളും. സാറാമയെ കണ്ടാൽ പിള്ളേർക്ക് അവളെ മതി. വഴിയരികിൽ നിർത്തി നല്ല ചൂട് ചായയും പരിപ്പുവടയും കഴിച്ചു ഞങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് എരുമേലിയാണ്. കുറച്ച് റബ്ബറൊക്കെയായി സാറാമയും ഞാനും മാത്രമുള്ള ഒരു വീട്. അമ്മച്ചി തറവാട് വിട്ട് വരികയില്ലെന്നേ.
ചുറ്റും തേയിലക്കാട്ടിന് നടുവിലൂടെ ഞങ്ങൾ ഇങ്ങനെ ജീപ്പിലൂടെ പോരുമ്പോൾ സാറാമ്മ എന്നിലേക്ക് ചേർന്നിരുന്നു. മഞ്ഞുപാളികൾ മാലാഖമാരെ പോലെ ഞങ്ങളെ നോക്കി നിൽക്കുകയാണ്. അവൾ എന്നോട് ചേർന്നിരിക്കുമ്പോൾ ഒരു ചൂട് എന്നിലേക്ക് പടർന്നു കയറുന്നുണ്ട്. അല്ലേലും ഏത് തണുപ്പിലും സാറാമ്മ മാത്രം മതി എനിക്ക്. അവളാണെങ്കിൽ എൻ്റെ കണ്ണിൽ തന്നെ നോക്കിയിരിക്കുകയെന്നേ. പാലോട്ട് തറവാട് എന്ന് പറഞ്ഞാൽ വലിയ പേരുകേട്ട തറവാടാണ്. ജീപ്പ് മുറ്റത്തെത്തിയപ്പോൾ തന്നെ പിള്ളേരുടെ ഒരു ബഹളം. എന്നെ കണ്ടതും സലോമിയുടെ പരാതി, എന്നാടാ നിനക്കൊരു പെണ്ണ് കിട്ടിയപ്പോൾ അമ്മച്ചിനെയും പെങ്ങളെയും ഒന്നും വേണ്ടേന്നാ. എവിടെ ചേച്ചി സമയം? അവിടെ ഞാനും ഇവളും കൂടിയല്ലേ തേട്ടത്തിൽ പോകുന്നത്. ആ തിരക്കിൻ്റെ ഇടയിൽ ഇവിടെ സമയം. സലോമി സാറോമയെ അടിമുടിയൊന്ന് ഒഴിഞ്ഞു. നീ ഒന്ന് കൊഴുത്തല്ലോടി, എൻ്റെ കൊച്ചങ്ങ് ക്ഷീണിച്ചും പോയി. അല്ലേലും ഈ സലോമിക്ക് ഇങ്ങനെയാണ്, ആരോടും എന്തും പറയും. എൻ്റെ പെങ്ങളായതുകൊണ്ട് പറയല്ലോ, ഇത്രയും വൃത്തികെട്ട സ്വഭാവം. സലോമി, അമ്മച്ചി അർത്ഥം വെച്ച് അവളെ ഒന്ന് വിളിച്ചു. പിന്നെയും എന്തൊക്കെയോ പിറുവിറുത്തുകൊണ്ട് അവൾ ഉള്ളിലേക്ക് പോയി. അമ്മച്ചി സാറയെ ചേർത്ത് പിടിച്ചു. എനിക്ക് കല്യാണം വന്നപ്പോൾ മുതൽ അവൾക്ക് പ്രശ്നമാണ്. എന്നേക്കാൾ വലിയ സുന്ദരി ഈ കുടുംബത്തിലില്ലെന്ന് കരുതിയിരുന്നപ്പോഴാണ് എനിക്ക് സാറാമ്മയെ കിട്ടിയത്. വേദപാഠ ക്ലാസ്സിൽ വെച്ച് കാണാൻ തുടങ്ങിയതാണ് സാറയെ. അവൾക്ക് ആരുമില്ലെന്നേ. അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ പോയി, ആത്മഹത്യയായിരുന്നു. ഇവള് മാത്രം അങ്ങ് ബാക്കിയായി. അതൊക്കെ ഞാൻ പിന്നെ പറയാട്ടോ. അമ്മച്ചിയുടെ കാലിന് എങ്ങനെയുണ്ട് അമ്മച്ചി? കുഴപ്പമില്ലടാ, നീ അന്ന് തടവി തന്നപ്പോൾ ഒത്തിരി കുറഞ്ഞു, ഇപ്പോൾ വീണ്ടും കൂടി. ആ വാദത്തിൻ്റെ ആണെന്നേ. എന്നാ സാറാമ്മേ, ആ തൈലം എടുക്ക്, ഞാനൊന്ന് തടവി കൊടുക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അവൾ തൈലം കൊണ്ടുവന്ന് ഞാൻ നന്നായി അമ്മച്ചിയുടെ കാലിൽ തിരുമ്മി പിടിപ്പിച്ചു. അളിയന്മാരൊക്കെ വന്നിട്ടുണ്ട്, പെങ്ങന്മാരും അമ്മായിമാരും അകത്ത്, സാറ അവരുടെ അടുത്തുകൂടി പുറത്തു, ഞങ്ങളും. ചെറിയ ഒരു തീയൊക്കെ കൂട്ടി പുറത്ത്. കോഴിക്കൂട്ടിലെ ഒരു പൂവനെ തട്ടി ഞങ്ങൾ ചുട്ടു തുടങ്ങി. നല്ല നാടൻ വാറ്റും പിന്നെ അവറാച്ചൻ്റെ മിലിറ്ററിയിൽ നിന്നും കിട്ടിയ കോട്ടയും. സാറ ഞാൻ കൊടുത്താൽ അല്പം അകത്താക്കും. നോക്കണ്ട, ഇല്ലേലെന്ത് അച്ചായത്തി. ഒരു ഗ്ലാസ്സിൽ കുറച്ച് ലൈറ്റാക്കി എടുത്ത് ഒരു കഷ്ണം കോഴിയിറച്ചിയുമായി ഞാൻ നോക്കിയപ്പോൾ സാറയെ കാണാനില്ല. ഷേടാ, ഇവളിതെവിടെ പോയി? ഞാൻ റൂമിൽ പോയപ്പോൾ ദാ കമന്ന് കിടന്നു കരയുന്നു. എന്നാ പറ്റി എൻ്റെ കൊച്ചിന്? എന്നാ പറ്റിയെന്ന്? സാറാമ്മേ, കയ്യിലെ കള്ളും ചിക്കനും ടേബിളിൽ വെച്ച് ഞാൻ അവളെ ചേർത്ത് പിടിച്ചു. അവളാകെ വിതുമ്പിക്കറിയാം. ഇച്ചായൻ്റെ നെഞ്ച് പൊട്ടുന്നുണ്ട് കേട്ടോ. ഒന്ന് പറയോ എന്താന്ന്? എൻ്റെ സാറാ, നീ കരച്ചിൽ നിർത്തിയിട്ടൊന്ന് പറയും. എൻ്റെ നെഞ്ച് കിടന്ന് കീറുകയാണ്. സാറ എൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഇച്ചായ, ഞാൻ ഇച്ചായന് കലികാലമാണോ ഇച്ചായ? എന്തിനാ ആരും ഇല്ലാത്ത എന്നെ ഇച്ചായൻ കെട്ടിയത്? നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇച്ചായനൊരു കുഞ്ഞിനെ തരാൻ പോലും എനിക്കായില്ലല്ലോ. ഇത്രയും അവൾ ഒറ്റ ശ്വാസത്തിലാണ് പറഞ്ഞത്. എൻ്റെ സാറാമോ, ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞത്? ഇച്ചായന് നീയില്ലെങ്കിൽ പിന്നെ ആരാ ഉള്ളത്? എനിക്ക് അത്ര ഇഷ്ടമാണോ നിന്നെ? വീണ്ടും അവളുടെ കണ്ണു നിറയുക തന്നെയാണ്. അവളെ ചേർത്ത് പിടിച്ച് കണ്ണുനീരൊപ്പി. ആരാ ഇതൊക്കെ പറഞ്ഞ് എൻ്റെ കൊച്ചിനോട്? സലോമിയും ത്രേസി ആൻറ്റിയും. ഈ ത്രേസി ആൻറ്റി ഒരു കുനിഷ്ടാണ്, വല്ലാത്ത ഒരു ദുഷിച്ച മനസ്സാണ്. സലോമിക്കൊന്ന് കൊടുക്കാനാണ് തോന്നി. നീ വാ, നമുക്ക് പുറത്തിരിക്കാം. ഞാൻ സാറേയും കൂട്ടി പുറത്ത് തീകൂട്ടിയെടുത്തേക്ക് ചെന്നു. ഞാൻ അവളെ നോക്കി, ഒന്ന് ചിരിച്ചു. എൻ്റെ കൊച്ച് ചിരിച്ചു. ഈശോയെ, ഇപ്പോഴാ ഒരാശ്വാസമായ. സംഭവങ്ങളുടെ ഗതി ഏകദേശം മനസ്സിലായ കോഷിച്ചായ ത്രേസി ആൻറ്റിക്ക് വയറ് നിറയെ കൊടുക്കുന്നുണ്ട്. അടുക്കളയിൽ ഞാനൊന്നും അറിഞ്ഞില്ല അമ്മേ നാരായണ എന്ന പോലെ സലോമിയും. എല്ലാത്തിനും തുടക്കക്കാരി അവളാണെന്നേ. അവറാച്ചനാണ് പത്തനംതിട്ടയിലെ ഡോക്ടർ ശാലിനിയെ കാണാൻ പറഞ്ഞത്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടന്നു. അപ്പോഴും എനിക്കെന്തോ ഉറക്കം വന്നില്ല. പാവം, അവളുടെ കരച്ചിൽ സഹിക്കാൻ കഴിയുന്നില്ല. നെഞ്ചിൽ മുഖമോർത്തി ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ കിടക്കുകയാണ്. മുടിയിൽ തലോടിയപ്പോൾ എന്നെ കണ്ണു തുറന്നൊന്ന് നോക്കി ചിരിച്ചു. അപ്പോൾ നീ ഉറങ്ങിയില്ലടി കൊച്ചെ? ഹേയ്, ഞാൻ ഇച്ചായൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കുകയായിരുന്നു. അതെന്നാടി ഇത്ര കേൾക്കാൻ? ഇച്ചായ, അതിലൊരിടിപ്പ് സാറാമ്മയെ എന്ന് വിളിക്കുന്നത് കേൾക്കാം. ഇച്ചായ, ഇത്രയൊക്കെ ആർക്കെങ്കിലും സ്നേഹിക്കാൻ കഴിയുമോ? എന്തിനാ ഇങ്ങനെയൊക്കെ ഏതോ ഒരു അനാഥ പെൺകുട്ടിയെ സ്നേഹിക്കുന്നത്? ഞാൻ അവളുടെ വായി കൈവച്ചടച്ചു. സാറാമ്മേ, അങ്ങനെ പറയണ്ട. നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനുണ്ടോ? ദൈവം എനിക്ക് തന്ന ഭാഗ്യമല്ലേ താൻ. നാളെ ഡോക്ടറെ കണ്ട് എനിക്കൊരു അമ്മയാവാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇച്ചായൻ എന്നെ ഏതേലും മഠത്തിലാക്കിയാൽ മതി. എന്നിട്ട് ഒരു നല്ല ജീവിതം നയിക്കണം. സലോമിയും ത്രേസ്യ ചേച്ചിയും ഒക്കെ പറഞ്ഞതുപോലെ ഞാൻ അങ്ങ് ഒഴിഞ്ഞു തരും എൻ്റെ ഇച്ചായന് വേണ്ടി. നിനക്കങ്ങനെ ഒഴിഞ്ഞ് എന്നെ വിട്ടുപോകാൻ കഴിയുമോ സാറാ? എൻ്റെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. ഞാൻ അവളെ മുറുകെ പുണർന്നു. അവളും
നല്ല തണുപ്പായിരുന്നു. രാവിലെ തന്നെ ഡോക്ടറെ കാണാൻ പുറപ്പെട്ടു. 2 പേർക്കും പരിശോധനകളുണ്ട്. ഭയങ്കര ടെൻഷൻ എന്താണെന്നറിയില്ല. ടെസ്റ്റ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ സാറയുടെ മുഖത്ത് സങ്കടം. കയ്യിലെ കൊന്തമാലയിലെ മുത്തുകൾ അവളുടെ കയ്യിലൂടെ മാറിക്കൊണ്ടേയിരുന്നു. ഈശോയെ കാത്തോണേ. ഞാനും മനസ്സിൽ വിളിക്കാതെ ഇരുന്നില്ല. സാറ ഡേവിസ്, നേഴ്സ് വിളിച്ചു. ഞങ്ങൾ ഡോക്ടറുടെ റൂമിലേക്ക് നടന്നു. ഡോക്ടറുടെ മുന്നിൽ ഇരിക്കുമ്പോൾ വല്ലാത്ത ഒരു മരവിപ്പ് തന്നെയാണ്. ഞാൻ അവളുടെ കൈകളിൽ പിടിച്ച് ശക്തി പറന്നു. നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. എങ്കിലും പേടിക്കാനുണ്ട്. എന്താണ് ഡോക്ടർ? ഞാനും സാറയും ഒരുമിച്ച് ചോദിച്ചത്. പോളിസൈറ്റിക് ഓവറി ഡിസീസസ് എന്ന് പറയുന്ന ഒരു അസുഖമാണിത്. ഇതിന് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നുമില്ല. മിസ്റ്റർ ഡേവിസ് 100% ഓക്കെയാണ്. പിന്നെ സാറ ഗർഭിണിയായാലും അബോർഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഡെലിവറി ടൈം റിസ്ക് കൂടുതലാണ്. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ കുറച്ച് വിറ്റാമിൻ ഗുളികകളൊക്കെ എഴുതാം. ഒരു 3-4 മാസം കൂടി നമ്മൾ നോക്കിയിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. സാറ ആകെ മൂഡ് ഓഫാണ്. ഞാൻ അവളെയും കൊണ്ട് പുറത്തേക്ക് നടന്നു. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവളൊന്നും മിണ്ടുന്നില്ല. ആകെ എന്തോ ഒരവസ്ഥ. എടി കൊച്ചേ, എന്നാടി നിനക്ക്? ഈ കൊച്ചുങ്ങളൊക്കെ ദൈവം തരുന്നതല്ലേ. താനില്ലേ എനിക്ക്, പിന്നെന്തിനാ വേറൊരു കൊച്ച്? എന്നാലോചിച്ചായ ഒരു കുഞ്ഞിനെ താലോലിക്കാൻ നമുക്കാവില്ലല്ലോ. വിതുമ്പലാണ് അവൾക്ക്. ആര് പറഞ്ഞു കൊച്ചേ? ഇനി തമ്പുരാൻ നമുക്ക് തന്നില്ലേലും നമ്മൾ ആരും ഇല്ലാത്ത ഒരു കുഞ്ഞിനെ അനാഥമഠത്തിൽ നിന്ന് ഇങ്ങ് വാങ്ങിക്കും. എന്നാ? അതിനു മറുപടിയായി ഒരു കെട്ടിപ്പിടിച്ചൊരു കരച്ചിലായിരുന്നു. മുഖത്ത് ചെറിയ ഒരു ചിരിയും വന്നു. ഒരു വിധത്തിൽ അവളെ ഒന്ന് ആശ്വസിപ്പിച്ച് അവളുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ അവളുടെ വിരലുകൾ എൻ്റെ തലമുടിയിഴകളെ തലോടി. ഇളം കൈയിൽ ചുംബിക്കുമ്പോൾ പോ ഇച്ഛായ എന്ന് പറഞ്ഞവൾ ചിരിച്ചു. സത്യത്തിൽ അവളെ അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചുവെങ്കിലും ഞാൻ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അവളെ ഒറ്റയ്ക്കാക്കി എങ്ങോട്ടെങ്കിലും പോകാൻ തന്നെ പേടിയാണ്. സലോമിയുടെയും ത്രേസ്യ ആൻറ്റിയുടെയും കുത്തുവാക്കുകൾ അത്രയേറെ അവളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഉറക്കം തീരെ വരാത്ത രാത്രികൾ, ഞങ്ങൾ തളർന്നുറങ്ങിയിരുന്ന രാത്രികളിൽ അവളൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ എന്നിൽ ഒട്ടിയുറങ്ങി. അവളുടെ ആ നിഷ്കളങ്കമായ മുഖത്ത് നോക്കുമ്പോൾ കൺകോണിൽ ഊറി വരുന്ന കണ്ണുനീർ തുടച്ച് കളയും. ജീവിതത്തിൽ ഒരു സൗഭാഗ്യവും വേണ്ട, ഇവളെ പോലെ ഒന്ന് മാത്രം മതി. ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിക്കുമ്പോൾ ഇച്ഛായ എന്ന് വിളിച്ച് ചിണുങ്ങും അവൾ. വെളുപ്പാങ്കാലം മുതൽ അവളെ എന്നിൽ നിന്നും മാറ്റി നന്നായി പുതപ്പിച്ച് തലയാണി ചേർത്ത് കിടത്തിയാണ് ജോലിക്ക് പോവുക. ജോലി ചെയ്യാൻ ഒരു മൂടുമില്ല. എൻ്റെ കൊച്ച് ആകെ തളർന്നു പോയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അവൾക്ക് മനസ്സിലാവുന്നില്ല. പാവം ഒരു സ്ത്രീ പൂർണ്ണതയിലെത്തുന്നത് എപ്പോഴും അവളൊരു അമ്മയാവുമ്പോഴാണല്ലോ. റബ്ബർ വെട്ടി പാലെടുത്ത് വീട്ടിൽ ചെന്നാലും അവൾ ഏതെങ്കിലും ഒരു മൂലയിൽ ചടഞ്ഞ് ഇരിപ്പാവും. ഇങ്ങനെയാണെങ്കിൽ തറവാട്ടിലേക്ക് പോകണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ സമയം സാറയുടെ ചിലവഴിക്കാൻ വേണ്ടിയാണ് സമയം കണ്ടെത്തുന്നത്. അവളല്ലേ എനിക്കുള്ളൂ. അവളും കൂടി പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? പിന്നെ ഇച്ഛായെന്ന് പറയുന്ന ഒന്നില്ല. ഓർക്കുമ്പോൾ നെഞ്ചു വിങ്ങുന്നു. ഹാളിൽ ഒരു മൂലയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കിയിരിക്കുന്ന സാറയെ കണ്ടു. എൻ്റെ സാറാമോ, എന്നാടി ഇങ്ങനെയൊക്കെ? ഇപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ സമയമൊക്കെ തീരാൻ പോവുകയല്ലേ? സാറ എൻ്റെ മുഖത്ത് നോക്കി. ഇച്ഛായ ഒരു വിതുമ്പലോടുകൂടി എൻ്റെ നെഞ്ചിലേക്ക് കെട്ടിപ്പിടിച്ചു നിന്നു. എന്നാടി, എന്നാന്ന് പറയുന്നേ? ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. നമ്മുടെ അടുത്ത അധ്യായത്തിനായി നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.